സോ ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരുടെയും സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ നമ്മൾ ഓൾറെഡി പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് എങ്ങനെയാണ് ആമസോണിന്റെയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മീഷോയുടെയൊക്കെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത മെമ്പേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഈ രണ്ട് വീഡിയോയിൽ ഏതെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് എന്താണ് ഇതുവഴി പ്രൊമോട്ട് കളക്ട് ചെയ്യാണ്ട് പറ്റുള്ളൂ. സോ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ഒരു പ്രൊഫൈൽ ബിൽഡ് ആക്കിയിട്ട് അതിലൂടെ എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അത്ര മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടവർക്ക് അറിയാം, കണ്ടവർക്ക് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സപ്പോർട്ടുകളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇതിനൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലിൽ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആയിക്കോട്ടെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ടെലഗ്രാം ഐഡി കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ഒന്ന് ഡിജിറ്റൽ സെൻഡ് ചെയ്താൽ മാത്രം മതി. അതായത് ഡിജിറ്റൽ സെൻഡ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ആക്സസും കാര്യങ്ങൾ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടുകൾ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു മെത്തേഡ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് അത് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു ചെറിയ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. സോ വീഡിയോ ഫുള്ളായി കണ്ടാൽ മാത്രം മതി. നമുക്ക് നേരെ വീഡിയോ പോകും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യുക, ഫ്രണ്ട് ഷെയർ ചെയ്യാം, ഒരു ലൈക്കുകളൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം, കമന്റിൽ നിങ്ങളുടെ ഡൗട്ടുകളെ ചോദിക്കാം. സോ നമുക്ക് നേരെ വിട്ടിട്ട് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ഡയറക്റ്റ് ആ ഒരു മെത്തേഡിലേക്ക് കടക്കാം. സോ ഇവിടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് കോൺസെപ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് നമുക്ക് സെയിൽസിന് നേടാൻ പറ്റുന്ന മെത്തേഡ് കാര്യങ്ങളൊക്കെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഇൻസ്റ്റാഗ്രാം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൊണ്ട് നമുക്ക് അത് മാത്രമല്ല ഉപകാരം, നമുക്ക് വേറെ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇൻസ്റ്റാഗ്രാം അഫിലിയേറ്റ് മാത്രമല്ല നിങ്ങൾക്ക് ഏർണിങ്സ് കിട്ടുന്നത്, നിങ്ങൾക്ക് വേറെ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് നല്ല രീതിക്കുള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം അഫിലിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അഫിലിയേറ്റ് വെറുതെ ചെയ്യില്ലല്ലോ, ഒന്നെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ റീൽ എടുക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ എന്താണ് പ്രൊമോട്ട് ചെയ്യും. ജസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ സംഭവമാണ്, ഓക്കെ, എന്തൊക്കെ നമ്മൾ പ്രൊമോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റ് എന്താണെന്നൊക്കെ അറിയാമല്ലോ. സോ അറിയാത്ത ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്താണ് നിങ്ങൾ വീഡിയോ കണ്ടോക്കി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ റീലും കാര്യങ്ങളൊക്കെ ഇടും. റീലില്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഇടുള്ളൂ. നമ്മളിപ്പം ഒരു കോസ്റ്റ്യൂം പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മളൊരു കോസ്റ്റ്യൂമിൻ്റെ റീലൊക്കെ ഇടും. ഈ ഒരു കോസ്റ്റ്യൂം ഇങ്ങനെയാണ്, ഇപ്പോൾ ഇത് ബാഗിയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ബാഗിയൊക്കെ നമ്മളെന്താണ് അതിനെക്കുറിച്ചുള്ള റീലും കാര്യങ്ങളൊക്കെ എടുത്തിടും. ഓക്കെ, അപ്പം അത് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ട് റീച്ചും ആവും, അതുപോലെ തന്നെ നമുക്ക് ഫോളോവേഴ്സും കയറുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മാത്രമല്ല നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, വേറെ കുറച്ച് ക്യാഷുകളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ആ ഒരു അഫിലിയേറ്റ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടാണ്ട് പോകുന്നത്, അത്യാവശ്യം നമുക്ക് ഫോളോവേഴ്സ് കയറുന്നുണ്ട്, അതുപോലെ തന്നെ റീച്ചും ആവുന്നുണ്ട്. ബട്ട് ഇതെല്ലാം ഇൻസ്റ്റൻ്റ് അല്ല, എനിക്ക് കൃത്യം ഡേറ്റ് പറയാനും പറ്റില്ല. കാരണം നിങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. കൺസിഡർ ചെയ്തൊരു വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് പറ്റും, ചെയ്യാത്തൊരു വ്യക്തിക്ക് എത്താൻ പറ്റൂല. ഓക്കെ, അത്ര പറയാനുള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇതിലൂടെ കിട്ടാനായിട്ട് പോകുന്നത് പെയ്ഡ് പ്രൊമോഷൻസ് കിട്ടും. നമ്മുടെ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാത്രമല്ല കമ്മീഷൻ കിട്ടാനായിട്ട് പോകുന്നത്, നമുക്ക് പെയ്ഡ് പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കൊളാബറേഷൻസ്, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഗിഫ്റ്റ്, എന്താണ് ക്രിയേറ്റീവ് ബോണസ്, സബ്സ്ക്രിപ്ഷൻ, അതുപോലെ നമുക്ക് മെനി മോർ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നമുക്ക് നേരെ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓൾറെഡി ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ മിന്ത്രയിലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങളിൽ ഓൺ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സപ്ലയർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ പറഞ്ഞ ഈസി മെത്തേഡാണ്. അതായത് നിങ്ങൾക്ക് ആമസോണിലോ അല്ലെങ്കിൽ മീഷോയിലോ കയറി അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി മീഷോയുടെയും ആമസോണിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കേട്ടുന്നതായിരിക്കും, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ എന്താണ് ആ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. സോ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങളുടെ ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് അതിനെക്കുറിച്ച് റീലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുക. ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ വോയിസോ മ്യൂസിക്കോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് റീലിങ്ങളൊക്കെ സെറ്റ് ആക്കാം. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇട്ടത് പ്രൊമോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. സോ ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യണം. നമ്മളിപ്പം ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ മാത്രം പോരല്ലോ, നമുക്ക് ഇൻസ്റ്റാഗ്രാം അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ നല്ലൊരു പ്രൊഫൈൽ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കണം. നമ്മുടെ അക്കൗണ്ടിലായിരിക്കും എല്ലാം ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്ന കാര്യം ലൈവാണ് ഞാൻ പ്രാക്ടിക്കലി കാണിച്ചു തരാം, എങ്ങനെ ഒരു അടിപൊളി പ്രൊഫൈൽ ബിൽഡ് ആക്കാം. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മൾ പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള അക്കൗണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി പറ്റും. നിങ്ങളുടെ സ്റ്റോർ, അതായത് നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള ഏത് പ്രോഡക്റ്റാണ്, സോ അതിൻ്റേതുള്ള ഒരു
രീതിയിൽ ഒരു അക്കൗണ്ടുകളൊക്കെ ബിൽഡിങ്ങുകളൊക്കെ ചെയ്ത് അക്കൗണ്ടുകളെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഞാനിവിടെ ഒരു നെയിം കണ്ടു, എൻ്റെ വായിച്ച നെയിമാണ് ഞാൻ പഠിച്ചത്. അത് ഞാനിപ്പോൾ നോക്കുന്നത് നമ്മുടെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഔട്ട്ഫിറ്റ് അങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ചുമ്മാ ഇട്ടൊരു പേരാണ്. നെക്സ്റ്റ് അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു അക്കൗണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബേസിക് ആയിട്ട് നിങ്ങൾ എന്താണ് ഇതൊക്കെ ഒന്ന് ബിൽഡിങ്ങുകളൊക്കെ ചെയ്തെടുക്കുക. സോ ഗൈസ്, അങ്ങനെ നമ്മളൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് മാത്രം കാണിച്ചതാണ്. നിങ്ങൾ ബിൽഡാക്കുമ്പം അതിൻ്റെ രീതിക്കും അതിൻ്റെ നല്ല രീതിക്കുള്ള പ്രൊഫൈൽ സെറ്റ് ആക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പം ചുമ്മാ ഒരു പേരാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പ്രൊഫൈൽ അടിപൊളിയാക്കാം, നല്ലൊരു പ്രൊഫൈൽ പിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു പേര് നല്ലൊരു ബയോ കൊടുക്കുക. സോ ബയോക്ക് നിങ്ങൾക്ക് പേരിനെ നിങ്ങൾക്ക് ChatGPT അടുത്തോട്ടൊക്കെ പോകാനായിട്ട് പറ്റും. സോ ഡേറ്റ് പ്രൊഫൈൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ നല്ലൊരു ബയോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക്, ഓക്കെ, നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ ആഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ക്രിയേറ്റ് ആക്കി കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഒക്കെ അവിടെ അപ്ലോഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാനുള്ളത് നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കണം. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കാനായിട്ട് വേണ്ടി നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ ചോദിക്കും ഏത് ബ്രാൻഡാണ്, അതായത് നിങ്ങളിപ്പം ഏത് കാറ്റഗറിയാണ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെത് ക്ലോത്തിങ് ആണ്, അതായത് ഞാനിപ്പോൾ അപ്ലോഡ് ആക്കുന്നത് ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളും. അപ്പോൾ ക്ലോത്തിങ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു ലേബൽ, അതായത് ഈ ഒരു കാറ്റഗറി കാണണമെങ്കിൽ നിങ്ങളുടെ ഓൺ കൊടുക്കുക അല്ലെങ്കിൽ ഓഫ് കൊടുക്കുക. എന്നിട്ട് സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുക. അതിന് നിങ്ങൾക്ക് അടുത്തൊരു കാറ്റഗറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ, അപ്പോൾ കാണിച്ചു തരാൻ ലോഡായി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും ഇവിടെ ബിസിനസ് അക്കൗണ്ട് ഉണ്ട്, ക്രിയേറ്റർ അക്കൗണ്ടും ഉണ്ട്. സോ ഇവിടെ നിങ്ങൾ സെലക്ട് ആക്കുന്നത് ക്രിയേറ്റർ അക്കൗണ്ട് ആണ്. ഓക്കെ, അത് മസ്റ്റ് ആണ്. ഇതിന് നെക്സ്റ്റ് നിങ്ങളൊക്കെ അടിച്ചതിന് ശേഷം ഓരോ സംഭവമായിട്ട് നിങ്ങൾ എന്താണ് കംപ്ലീറ്റ് ആക്കേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എന്താണ് അത് കംപ്ലീറ്റ് ആക്കി സിമ്പിളായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കേണ്ടി പറ്റുന്നതായിരിക്കും. സോ എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ റീലിങ്ങുകളൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ഓട്ടോമായി സെറ്റ് ആക്കാം. ഇന്ന വേർഡ് കമൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് DM വരും. സോ അങ്ങനെയൊക്കെ സെറ്റ് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ സെൻഡ് കൊടുക്കാം. സോ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അഫിലിയേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പേജസ് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ഫോളോവേഴ്സ് ഗെയിൻ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടൊക്കെ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് റീലൊക്കെ അപ്ലോഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഡെയിലി ഒരു 1-2 റീലൊക്കെ ഒന്ന് അപ്ലോഡ് ആക്കുക. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് 1-2 റീലൊക്കെ അപ്ലോഡ് ആക്കുക. അപ്പോൾ ഇതൊക്കെ അക്കൗണ്ട് കുറച്ച് സെറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, സോ മെയിനായിട്ട് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും സെയിൽസ് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഡെയിലി ടോക്ക്. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ഒരു ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സപ്പോർട്ട് വേണം, ഓക്കെ, അതായത് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിങ്ങിനൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഡിജിറ്റൽ ബോർഡ് സെല്ലിങ് നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ നമുക്കൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഡിജിറ്റൽ ബോർഡിൻ്റെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അതിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ എൻ്റെ ആ ഒരു കോൺടാക്ട് ലിങ്ക് ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് എന്താണത് ഡിജിറ്റൽ എന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി, ഞാനുള്ള ആക്സസ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ സെറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് ചെയ്യാതെ യൂസ്ഫുൾ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി അപ്ലോഡ് ആക്കുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കേണ്ട മറക്കണ്ട. സോ ഇതിലും മികച്ച അടുത്തേക്ക് വീണ്ടും കാണാം. സീ യു ഗൈസ്. നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കൺസിസ്റ്റന്റ് വേണ്ടത് ജസ്റ്റ് ഡെയിലി എന്ന അപ്ലോഡുകളൊക്കെ ചെയ്യാൻ ഡെയിലി നിങ്ങൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ നിർത്താതെ സെറ്റിങ്ങുകളൊക്കെ ആക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അതിന് സെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫ്രീ ആയിട്ടുള്ള മെന്റർഷിപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലെ ബയോയിലുണ്ട്. നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് എന്നാലും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിലും മികച്ച അടുത്ത വീണ്ടും കാണാം. സീ യു ഗൈസ്.